അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയുന്നത് മാ കദബൽ ഫുആദു മാ റഅ, താൻ കണ്ടതിനെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. അഫ തുമാറൂനഹു അലാ മാ യറ, അദ്ദേഹം കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ എന്ന് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ടു എന്ന കാര്യം, അതായത് ജിബ്രീലിനെ ജിബ്രീലിനെ കണ്ടു എന്നുള്ള കാര്യം നബിയുടെ മനസ്സ് നിഷേധിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സ് നിഷേധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ജബ്ബാറിനെ പോലെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന രീതി പല മനുഷ്യർക്കും ഉണ്ട്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളത് അത് മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലൊന്ന് ഒളിപ്പിച്ച് വച്ചിട്ട് നാക്കുകൊണ്ട് വേറെന്തോന്ന് പറയുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇവിടെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതും ഒരേ കാര്യമാണ്. എന്താണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിലാണോ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുന്നത് എന്നാണ്. അപ്പോൾ ജബ്ബാറിന് പറയാനുള്ളത്, മക്കയിലുള്ള ആളുകൾ മുഹമ്മദിനോട് പറഞ്ഞു, ഈ കാണുന്നത് ഞങ്ങളൊന്ന് കാണിച്ചുണ്ടാ, എന്നിട്ട് മുഹമ്മദ് അത് കാണിച്ചു കൊടുത്തില്ല. കാണിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ ആക്ഷേപിച്ചപ്പോഴാണ് മുഹമ്മദ് തന്നെ പറയുന്നത് മുഹമ്മദിൻ്റെ മനസ്സ് നിഷേധിച്ചിട്ടില്ല, എന്നിട്ട് മുഹമ്മദ് കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കാണോ എന്ന് ചോദിക്കണമെന്നാണ്. അത് പിന്നെ ജബ്ബാറിൻ്റെ സ്ഥിരം പല്ലവിയാണ്. ഖുർആൻ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃതിയാണെന്നുള്ളത്. അത് ആ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ട് ഖുർആൻ അതിനെ തള്ളിപ്പറയുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവർക്കതിന് മറുപടി ഉണ്ടായിട്ടില്ല. ഇതന്നെയാണ് ജബ്ബാറിൻ്റെയും ജബ്ബാറിനെ പോലുള്ള ആളുകളുടെയും ഒക്കെ അവസ്ഥ. ഇവിടെ ജബ്ബാറിൻ്റെ ഈ ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടാൽ മതിയോ, മറ്റുള്ളവർ കാണണ്ടേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് മറ്റുള്ളവർ വിശ്വസിക്കണമെന്നാണോ എന്നൊക്കെയാണല്ലോ ആ ചോദ്യത്തിൻ്റെ ധ്വനി. ഇത് കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണോ? യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികൾക്ക് കൈകാര്യം ചെയ്യാൻ യാതൊരു അവകാശമില്ലാത്തൊരു മേഖലയാണിത്. കാരണം ജബ്ബാറിനെ പോലുള്ള ആളുകൾ അവർ ആകപ്പാടെ അവലംബിക്കുന്നത് ശാസ്ത്രത്തെയാണ്. ശാസ്ത്രത്തിൻ്റെ പിടിയിൽ പെടുന്നതല്ല അള്ളാഹു, ദൈവം, മലക്കുകൾ, പരലോകം, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിഭൗതികമായിട്ടുള്ള സംഗതികളൊന്നും ശാസ്ത്രത്തിൻ്റെ പിടുത്തത്തിൽ വരുന്നൊരു സംഗതിയല്ല. ശാസ്ത്രത്തിൻ്റെ പിടുത്തത്തിൽ വരുന്നത് എന്താണ്? അത് പദാർത്ഥവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം പരീക്ഷണങ്ങൾ നടത്തുന്നു. അതിൽ ചിലപ്പോൾ ശരി കണ്ടെത്തും, ചിലപ്പോൾ തെറ്റ് കണ്ടെത്തും. ശരി കണ്ടെത്തിയാൽ അത് ശരിയായിട്ട് അംഗീകരിക്കുകയും തെറ്റാണെങ്കിൽ ശാസ്ത്രം തിരുത്തും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്നാൽ ഈ സംഗതി എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിന് ഉദാഹരണത്തിന് പറഞ്ഞാൽ, പിന്നെ വെള്ളത്തിൻ്റെ മൂലകങ്ങൾ എന്താണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്നതാണ് വെള്ളം എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം ഇത് കണ്ടെത്തുന്നതിന് മുമ്പും വെള്ളം ഇവിടെ ഉണ്ട്, അന്നും വെള്ളത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇത് കണ്ടെത്തിയ ശാസ്ത്രത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. കാരണം അത് ശാസ്ത്രത്തിൻ്റെ കഴിവുപെട്ടതല്ല, അത് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളതാണ് എന്നതാണ് അതിന് മറുപടി. എന്നാൽ ജബ്ബാറിൻ്റെ ചോദ്യം ഉണ്ടല്ലോ, മുഹമ്മദ് കണ്ടത് പിന്നെ ജനങ്ങൾ കാണണ്ടില്ല എന്ന് ചോദിച്ചത് ഇവിടെയും പിന്നെ പ്രസക്തമാണ്. ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഈ സംഗതി ജബ്ബാർ വിശ്വസിക്കുന്നത് അത് ശാസ്ത്രം പറഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ്. അതായത് ജബ്ബാർ അത് കണ്ടിട്ടോ ജബ്ബാർ അത് പരീക്ഷിച്ചറിഞ്ഞതോ ഒന്നുമല്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട് എന്നുള്ളത് അംഗീകരിച്ചേ പറ്റൂ.
അത് യുക്തിവാദിക്ക് ബോധ്യമാകില്ലെങ്കിൽ അത് അയാളുടെ അല്പത്വം എന്നേ അതിനെ സംബന്ധിച്ച് പറയേണ്ടതുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ അറിവിന്, അവൻ്റെ ചിന്തക്ക്, കഴിവിന് ഒക്കെ പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക്, അതുപോലെ തന്നെ അവന് എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത മേഖലകളിൽ കടന്നു കയറി അഭിപ്രായം പറയാന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ അല്പത്വമാണ്. ഈ അല്പത്വമാണ് യഥാർത്ഥത്തിലുള്ള ജബ്ബാറിനെ പോലുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. മലക്ക് എന്താണ്, ജിന്നെന്താണ്, മലക്കിൻ്റെ അടിസ്ഥാനം എന്താണ്, ജിന്നിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതൊന്നും ഒന്ന് മലക്കിനെയും ജിന്നിനെയും മനുഷ്യന് അവൻ്റെ കണ്ണുകൊണ്ട് ബാഹ്യമായ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല സാധാരണഗതിയിൽ. പിന്നെ ചില ആളുകൾക്ക്, പ്രവാചകന്മാർക്ക് അത് കാണാൻ കഴിയുന്നുള്ളത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രത്തിൻ്റെ കണ്ണാടിയിൽ പതിയുന്നൊരു സംഗതിയല്ല. എത്ര തന്നെ ശക്തമായിട്ടുള്ള ദൂരദർശിനിയോ അല്ലെങ്കിൽ വസ്തുക്കളെ കണ്ടെത്താനുള്ള മറ്റു ഉപകരണങ്ങളോ ഒക്കെ വെച്ചിട്ട് പരിശോധിച്ചാലും മലക്കിനെയും ജിന്നിനെയും ഒന്നും കണ്ടെത്താൻ കഴിയില്ല. അത് തീർച്ചയാണ്. അപ്പോൾ അവിടെ ശാസ്ത്രം പറയുമ്പോൾ, ശാസ്ത്രം കണ്ടെത്തിയ സംഗതി ശാസ്ത്രം പറയുമ്പോൾ അത് മനുഷ്യൻ, ശാസ്ത്രീയ കഴിവില്ലാത്ത ആളുകൾ അത് വിശ്വസിക്കുന്നു എന്നത് അത് യുടെ അടിസ്ഥാനത്തിലുള്ള സംഗതിയാണ്, യുക്തിവിരുദ്ധമായിട്ടുള്ളതല്ല. ഇതുപോലെ തന്നെ യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള, യുക്തിക്ക് ചേർന്നൊരു സംഗതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ആ സൃഷ്ടാവ് മനുഷ്യനോട് ഇന്ന സംഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് സൃഷ്ടിച്ച ആളാണല്ലോ പറയുന്നത്, എനിക്കിങ്ങനെ ഒരു സൃഷ്ടിയുണ്ട്, ആ സൃഷ്ടിയെ ഞാൻ ഇന്ന രീതിയിലൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അവർക്ക് ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇന്നതൊക്കെയാണ്, അവർ ഇന്ന കഴിവുകളുള്ളവരാണ് എന്നൊക്കെ ആ സൃഷ്ടാവ് പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ളതാണ് യുക്തിഭദ്രമായിട്ടുള്ള സംഗതി. മനുഷ്യൻ്റെ യുക്തി എന്ന് പറയുന്നത് പോലും അതിനും പരിമിതിയുണ്ട്. അപ്പോൾ യുക്തിക്കൊന്നും കണ്ടെത്താൻ പറ്റാത്ത മേഖലയിലേക്ക് കടന്നു കയറിയിട്ട് അതിൽ അഭിപ്രായം പറയാമെന്നുള്ളത് തന്നെ ഇത്തരം ആളുകളുടെ അല്പത്വത്തെയാണ് കുറിക്കുന്നത് എന്നുള്ളതാണ്. അവർ വിഡ്ഢിത്തമേ പറയൂ എന്ന് തീരുമാനിച്ചു വെച്ച മട്ടിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൽ ചെന്നുപെട്ടിട്ടുള്ള ഈ ആളുകൾ, അവരൊന്ന് അള്ളാഹുവിനെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ തന്നെ നിഷേധിച്ചു തള്ളുന്നു. ആ സൃഷ്ടാവ് ഇല്ലാതെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവരുടെ വാദം. എന്നിട്ട് ആ സൃഷ്ടാവിൻ്റെ പ്രത്യേക സൃഷ്ടികളെ നിഷേധിക്കുന്നു. ആ സൃഷ്ടികളിലൂടെ അള്ളാഹു തന്നെ സൃഷ്ടാവ് എന്ന ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തെ തള്ളിപ്പറയുന്നു. അത് മനുഷ്യന് മനസ്സിലാവാത്തതാണ് എന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ. ഇതൊരിക്കലും യുക്തിഭദ്രമായിട്ടുള്ള ശരിയായിട്ടുള്ള യുക്തിബോധമുള്ള ഒരാൾക്ക് പറയാൻ പറ്റാത്ത സംഗതിയാണ്. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതില്ലാത്തൊരു സംഗതിയാണ് യുക്തിബോധം എന്നുള്ളത്. അതുകൊണ്ടാണ് തങ്ങൾക്ക് അധികാരമില്ലാത്ത മേഖലകളിൽ കടന്നു കയറി അഭിപ്രായം പറഞ്ഞു കളയുന്നത്. ഇല്ലെങ്കിൽ അവർ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നവരാണ്, യുക്തിയെ അംഗീകരിക്കുന്നതാണെങ്കിൽ ആ യുക്തിയുടെ പരിധിയിൽ വരുന്നതല്ലേ അവർ സംസാരിക്കാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതിനെ സംബന്ധിച്ച് എന്തിനാണ് അവർ നാക്കിട്ടടിക്കുന്നത്? അപ്പോൾ അവരുടെ വിഡ്ഢിത്തം അല്ലെങ്കിൽ അവരുടെ അല്പത്വത്തെയാണത് കുറിക്കണതെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ട് മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തുകൂടാന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലയെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ജബ്ബാർ, ശാസ്ത്രകാരന്മാർ പറഞ്ഞത് മാത്രം വിശ്വസിക്കുന്ന ജബ്ബാർ, ശാസ്ത്രകാരന്മാർ പറഞ്ഞത് തനിക്ക് കൂടി കാണിച്ചു തരണമെന്ന് എന്തുകൊണ്ട് അവരോട് പറയുന്നില്ല? എന്തെങ്കിലും ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയണ്ടേ? അതാണെങ്കിൽ മനുഷ്യൻ്റെ പഠനങ്ങളിലൂടെ ഇതൊക്കെ ഇവിടെ യഥാർത്ഥത്തിൽ നേരത്തെ ദൈവം സൃഷ്ടിച്ചു വച്ചിട്ടുള്ള സംഗതികൾ ശാസ്ത്രകാരൻ അദ്ദേഹത്തിന് കിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അള്ളാഹു തന്നെ നൽകിയ കഴിവനുസരിച്ച് ഉപയോഗപ്പെടുത്തിയിട്ട് പരീക്ഷിച്ച് അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം കണ്ടെത്തുന്നതല്ല ഇത് നേരത്തെ തന്നെ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിൻ്റെയും ഘടനയിൽ അള്ളാഹു തന്നെ ഉണ്ടാക്കി വച്ചിട്ടുള്ള സംഗതികൾ അയാൾ മനസ്സിലാക്കിയെടുക്കുന്നു. എന്നാൽ ഈ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം താങ്കൾക്ക് മാത്രം മനസ്സിലായ പോരാ, ഞാനത് അംഗീകരിക്കണമെങ്കിൽ എനിക്ക് കൂടി അത് മനസ്സിലാക്കി തരണമെന്ന് ഇത്തരം ആളുകൾ ആരോടും ശാസ്ത്രകാരന്മാരോട് പറയാറുമില്ല. അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം, ഒരു പക്ഷത്തോട് മാത്രം ചേർന്ന് നിന്നുകൊണ്ട് എന്തുകൊണ്ട് അതങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് താൻ കണ്ടത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്.
ഈ ചോദ്യമാണ് അപ്രസക്തമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഇവരുടെ വിഡ്ഢിത്തം പൂർണ്ണമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നതും. എന്നിട്ട് പിന്നീട് പറയുന്നത് എന്താണ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തിന് ജൂതമതത്തെ സംബന്ധിച്ച് ക്രിസ്തു മതത്തെ സംബന്ധിച്ചൊക്കെ അറിയാമായിരുന്നു. അത് ശരിയാണ്. അല്ലെങ്കിൽ അതുപോലുള്ള മറ്റാളുകളൊക്കെ പറഞ്ഞു കൊടുത്തതിട്ട് മുഹമ്മദ് എന്നത് എഴുതി ഉണ്ടാക്കിയിട്ട് പറയുന്നതാണെന്നാണ് ജബ്ബാറിൻ്റെ ആരോപണം. എന്നാൽ ഇതേ വറഖത്ത് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതേ വറഖത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്, താങ്കൾ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് അള്ളാഹു നിയോഗിച്ച ദൂതനാണ്, അതായത് ജിബ്രീലാണ് താങ്കളുടെ അടുത്ത് വന്നിട്ടുള്ളത്, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഈ ജനത താങ്കളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും ഒരു ഘട്ടത്തിൽ, അന്ന് ഞാൻ ആരോഗ്യത്തോടു കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കാനുണ്ടാകും എന്ന് വറഖത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വറഖത്ത് ഉടനെ തന്നെ മരിച്ചു പോകുന്നുമുണ്ട്. അങ്ങനത്തെ വറഖത്തിൻ്റെ പേരിൽ കെട്ടിയേൽപ്പിക്കുകയാണ് വറഖത്ത് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വറഖത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതായിട്ട് എന്തെങ്കിലും ഒരു ചരിത്ര രേഖ, ഈ പറഞ്ഞതല്ലാത്ത മറ്റൊരു ചരിത്ര രേഖ ജബ്ബാറിന് ഹാജരാക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെ ജൂതന്മാരിൽ നിന്നാണ് ഇത് കേട്ട് പഠിച്ചിട്ടുള്ളത് എന്ന് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്കോ രേഖ തയ്യാറാക്കാൻ കഴിയുമോ? അത് വായ്ത്താരി ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഒരു സംഗതി പറയുമ്പം അതിൻ്റെ തെളിവ് ഹാജരാക്കേണ്ടതുണ്ട്. അത് ഇവർക്ക് സാധ്യമല്ല. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ചെയ്യണ എന്താണ്, പണ്ട് ഓറിയൻ്റലിസ്റ്റുകൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഇസ്ലാമിനെതിരിൽ എഴുതി വെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെ നോക്കി പഠിച്ചിട്ട് അതിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് യഥാർത്ഥത്തിൽ ജബ്ബാർ ഖുർആൻ്റെ ഉത്ഭവം എന്നുള്ള തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ സൂചന നൽകിയിരുന്നു. ഞാൻ ഇതിൻ്റെ അവസാനത്തിൽ ആ പുസ്തകങ്ങളൊക്കെ പേരൊക്കെ പറഞ്ഞുതരാം, യുവാക്കളത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം. കാരണം താനിതൊക്കെ പറയുന്നത് എവിടെ നിന്നാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി കളയും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാവാം അത് ആ പുസ്തകങ്ങളുടെ പേര് പോലും അതിൽ പറയാതെ രക്ഷപ്പെടാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ജബ്ബാറിൻ്റെ വകയല്ല. ജബ്ബാർ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിച്ചത് അല്ലെങ്കിൽ വായിച്ചു പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഛർദ്ദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ജബ്ബാർ തുടർന്നു കൊണ്ടേയിരിക്കും. ഖുർആനതിൽ ജബ്ബാറിന് പറയാനുള്ളതൊക്കെ ജബ്ബാർ പറയും. പക്ഷേ വസ്തുതയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. പണ്ട് ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്ത് എന്താണോ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആരോപിച്ചിരുന്നത്, അതേ ആരോപണം ജബ്ബാർ ഇപ്പോൾ പുതുതായിട്ട് ഒന്നുകൂടി എടുത്തു ധരിക്കുന്നു എന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൽ വസ്തുതാപരമായിട്ട് ഒന്നുമില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.